വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം വന്നു കഴിഞ്ഞു. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ എന്നൊക്കെ രീതിയിൽ ഒരു ഏറ്റവും കൂടുതൽ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കി അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തോളുക. ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക. ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, അപ്പം എല്ലാം പഠിച്ചു കഴിഞ്ഞ ആളുകളാണെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട് എന്ന കാര്യം ഷുവർ ചെയ്യാൻ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഇനി ഒന്നും പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മിസ് പറയണം ഈ ക്വസ്റ്റ്യൻ എങ്കിലും പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോകാവുള്ളൂ. ഓക്കെ, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ 100% ചോദിക്കും എന്ന ഉറപ്പുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ജോജോ ഇസ് വർക്കിംഗ് ആസ് എ പ്രൊഡക്ഷൻ മാനേജർ ഓഫ് എ കമ്പനി. ഐഡന്റിഫൈ ദ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഹി ബിലോങ്സ് ടു. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ് 3 ലെവൽസ് നമ്മൾ പഠിച്ചു. അപ്പം ഇതിൽ ഏത് ലെവലിലാണ് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ മാനേജർ വരുന്നത് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് 4 ഫംഗ്ഷൻ എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ മാർക്ക് അങ്ങ് പോകും. ഫംഗ്ഷൻസ് വെക്കുന്ന സമയത്ത് ആ മാർക്ക് അങ്ങ് പോകും. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളൊക്കെ വരുന്നത് എവിടെയാണ് വരുന്നത് നമ്മുടെ മിസ്റ്റർ ജോജോ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വരുന്നത് എവിടെയാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഡയറക്ടർ, CEO, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ആളുകൾ ടോപ്പ് ലെവലും, പ്രൊഡക്ഷൻ മാനേജർ, HR മാനേജർ, ഫിനാൻസ് മാനേജർ തുടങ്ങിയ ആളുകൾ എവിടെയാണ് വരുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെന്റിലുമാണ് വരുന്നത്. ഓക്കെ, പിന്നെ സൂപ്പർവൈസേഴ്സ് തുടങ്ങിയ ആളുകളാണ് ലോവർ ലെവൽ മാനേജ്മെന്റിൽ വരുന്നത്. ഓക്കെ, സോ ഹി ബിലോങ്സ് ടു മിഡിൽ ലെവൽ മാനേജ്മെന്റ്. അപ്പൊ വരുന്ന 4 ഫംഗ്ഷൻസ് ഏതാ? എക്സിക്യൂട്ടിംഗ് ടോപ്പ് ലെവൽ പ്ലാൻസ് അവിടെ എക്സിക്യൂട്ട് ചെയ്തു. കോർഡിനേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തായിരിക്കും അത് അവർ പ്രവർത്തിക്കുന്നത്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. കാരണം സൂപ്പർവൈസേഴ്സിന് അടുത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നവരാണ്. ഇവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. അസൈനിങ് ടാസ്ക് ടു ലോവർ ലെവൽ മാനേജറിന് വേണ്ടിയിട്ടുള്ള ടാസ്കുകൾ അസൈൻ ചെയ്യുന്നവരാണ്. വർക്കിന് ക്വാളിറ്റി ഉണ്ടെന്നും എഫിഷ്യന്റ് ആയ രീതിയിലാണ് ഈ പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മെൻഷർ ചെയ്യുന്നത് ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പം ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതും അത് ലോവർ ലെവൽ മാനേജ്മെന്റ് ആ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ കോർഡിനേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെന്റ്? ലിസ്റ്റ് 4 ഫീച്ചേഴ്സ്. മാനേജ്മെന്റിന്റെ 4 ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചു. അപ്പൊ ഫംഗ്ഷൻസ് കൂട്ടിയിട്ട് നിങ്ങൾ ഒരു ഡെഫിനേഷൻ എഴുതിയാൽ മതി. അതായത് മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ എഫിഷ്യന്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. ഓക്കെ, 2 വേർഡാണ് നമ്മൾ പഠിച്ചത്, എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും. ഓക്കെ, ഏറ്റവും സ്പീഡിൽ നമ്മൾ ചെയ്യണം, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടും അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെ മെയിൻ ആയിട്ട് ഈ പറയുന്ന ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് തുടങ്ങിയ ഫംഗ്ഷൻസ് പെർഫോം ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിനാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഏതൊക്കെയാണ് മാനേജ്മെന്റ് 4 ഫീച്ചേഴ്സ്? ഒന്നും നമുക്കറിയാം, ഗോൾ ഓറിയന്റഡ് ആണ് അല്ലെ. ഒരു ഗോൾ, ഒരു എയിം, ഒരു ലക്ഷ്യമുണ്ട്, അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ നമ്മൾ പറയുമ്പോൾ പ്രിവേസീവ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എക്സിസ്റ്റ് അറ്റ് ഓൾ ലെവൽസ് ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. എല്ലാ ലെവൽസിലും എല്ലാ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനിലും ഈ പറയുന്ന മാനേജ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഓക്കെ, ഇറ്റ്സ് ആൻ ഓൺ ഗോയിങ് പ്രോസസ് ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, അല്ലെങ്കിൽ ഒരു ഓൺ ഗോയിങ് പ്രോസസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യൻ ഓർഗനൈസേഷൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമുക്കിത് കാണാൻ പറ്റും. അതാണ് പ്രിവേസീവ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ലെവൽസിലും കാണാൻ പറ്റും. ആൻഡ് മൾട്ടി ഡയമെൻഷണൽ ആണ് മാനേജ്മെന്റ് വർക്ക്. അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഒരുപാട് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മൾട്ടി ഡയമെൻഷനൽ ആണ് ഈ മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. സെക്കൻഡ് ചാപ്റ്ററിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഡയമെൻഷൻസ് ഓഫ് സെക്കൻഡ് ചാപ്റ്ററിലെ ബിസിനസ് ആൻഡ് തേർഡ് ചാപ്റ്റർ. ഓക്കെ, ഡയമെൻഷൻസ് ഓഫ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബിസിനസ് എൻവയോൺമെന്റ് പഠിച്ചു. അപ്പൊ ആ ഒരു പോർഷൻ എന്നാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായി ചോദിച്ചു കാണുന്നത്. അപ്പം മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഏതാൻ ചോദിക്കാം. അപ്പം മാച്ച് ദ ഫോളോയിങ് ആയിട്ട് പല വർഷങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അത് നിങ്ങൾ കൃത്യമായിട്ട് ഡയമെൻഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻഫ്ലേഷൻ റേറ്റ്, കസ്റ്റം ആൻഡ് ട്രഡീഷൻ, സയന്റിഫിക് ഇംപ്രൂവ്മെന്റ്, ഐഡിയോളജി ഓഫ് ഗവൺമെന്റ്. ഇൻഫ്ലേഷൻ റേറ്റ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇൻഫ്ലേഷൻ ഏറ്റവും കൂടുതൽ പഠിച്ച എക്കണോമിക്സിലാണ്, റൈറ്റ്? അപ്പൊ അതെന്താണ്? ഇക്കണോമിക് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടാണ്. കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് അല്ലെ, കസ്റ്റംസ് ട്രഡീഷൻസ് ഇതൊക്കെ നമുക്ക് എവിടെയാണ് നമ്മൾ കാണുന്നത്? സൊസൈറ്റിയിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കാണുന്നത്. അപ്പൊ അത് എവിടെയാണ് വരുന്നത്? സോഷ്യൽ എൻവയോൺമെന്റിൽ നമുക്ക് വരാൻ പറ്റും.
സയന്റിഫിക് ഇംപ്രൂവ്മെന്റ്. സയന്റിഫിക് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താ പറയുന്നത്, ഒരു ടെക്നോളജിയാണ് വരുന്നത്, റൈറ്റ്? അപ്പൊ അത് ടെക്നോളജിക്കൽ എൻവയോൺമെന്റിലാന്ന് നമുക്ക് പറയാൻ പറ്റും. ഐഡിയോളജി ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ഐഡിയോളജീസ് അതെവിടെയാണ് വരുന്നത്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫൈൻ. ഇനി സെക്കൻഡ് ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്രിൻസിപ്പിൾസും, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെക്നിക്സ്, ടൈലറിന്റെ ടെക്നിക്സും ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസും. ഓക്കെ, അപ്പം ഒരു 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റിലോട്ട് വരുന്ന സമയത്ത് ഇത് കൂടുതലും ചോദിച്ചാൽ മാച്ച് ദ ഫോളോയിങ് രീതിയിലാണ് ചോദിച്ചിരുന്നത്. ഇല്ലെങ്കിൽ 8 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി ഒരു 8 ടെക്നിക്സും 8 പ്രിൻസിപ്പിളും നിങ്ങൾ എസ്സേ ക്വസ്റ്റൻ എഴുതാനായിട്ട് പഠിച്ചു വെക്കണം. നമ്മൾ എസ്സേ ക്വസ്റ്റൻസ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. അതേസമയം ഇവിടെ പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, മാച്ച് ദ ഫോളോയിങ് വരുന്ന സമയത്ത് എല്ലാ പ്രിൻസിപ്പിൾസിനെയും എല്ലാ ടെക്നിക്സിനെ കുറിച്ച് അറിയാമെങ്കിൽ നമുക്കത് മാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഏതെങ്കിലും 8 മാത്രം പഠിച്ചു വെച്ചാൽ എസ്സേ ക്വസ്റ്റൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എല്ലാ ടെക്നിക്സിനെ കുറിച്ച് ഒരു ഐഡിയ വേണം, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നോക്കാം, ഡിസിപ്ലിൻ, ഡിവിഷൻ ഓഫ് വർക്ക്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ, സ്കെയിലാർ ചെയിൻ, യൂണിറ്റ് ഓഫ് കമാൻഡ്. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്, റിസീവിംഗ് ഓർഡർ ഫ്രം വൺ സുപ്പീരിയർ ഓൺലി, അല്ല വൺ ഹെഡ് വൺ പ്ലാൻ, ഒബീഡിയൻസ് അല്ലെ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്, ഒബീഡിയൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഡിസിപ്ലിൻ വരുന്നത് ഒബീഡിയൻസിലാണ്. രണ്ടാമത്തെ ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെ, നമ്മൾ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുക, അപ്പൊ അവർ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ പറയുക, സ്പെഷ്യലൈസേഷൻ. ഡിവിഷൻ ഓഫ് വർക്ക് ചെയ്യുന്നതിനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്, അപ്പൊ സ്പെഷ്യലൈസേഷൻ. നെക്സ്റ്റ് എന്താ വരുന്നത്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്താ വരുന്നത്, നമ്മൾ ഒരേ പ്ലാൻ ഒരേപോലെ വർക്ക് ചെയ്യേണ്ട ആളുകളെല്ലാം ഒരു ഹെഡിന്റെ കീഴിൽ കൊണ്ടുവരണം, വൺ ഹെഡ് വൺ പ്ലാൻ. ഫോർത്ത് ആണ് സ്കെയിലാർ ചെയിൻ. സ്കെയിലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, സ്കെയിലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, നമ്മളവിടെ എന്താ ചെയ്യുന്നത്, റിസീവിംഗ് ഓർഡേഴ്സ് അല്ലെ, എന്ത് ചെയ്യുന്നുണ്ട്, റിസീവിംഗ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ആൻഡ് ഗാങ് ബ്ലാങ്ക്, രണ്ടെണ്ണമാണ് വരുന്നത്. സ്കെയിലാർ ചെയിൻ എന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് അതോറിറ്റി എന്ന് വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഓർഡേഴ്സ് റിസീവ്. എമർജൻസി കേസിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് നമ്മുടെ അതേ ഡിസിപ്ലിനുള്ള ആളുകളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ നമ്മൾ ഗാങ് പ്ലാങ്ക് എന്നാണ് പറഞ്ഞത്, ഓർക്കുന്നുണ്ടല്ലോ, ഫൈൻ. ഇനി അത് കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങളത് മാറ്റി വെച്ചാൽ മതി. ലാസ്റ്റത്തെ നമുക്ക് സിമ്പിൾ ആയിട്ട് തരാം, യൂണിറ്റ് ഓഫ് കമാൻഡ്. ഒരു കമാൻഡ് ഒരു സുപ്പീരിയറിന് കഴിഞ്ഞാൽ റിസീവ് ചെയ്യാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം കൺഫ്യൂസിംഗ് ഉള്ള കാര്യം നിങ്ങൾ മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് മാച്ച് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ അതും കറക്റ്റ് ആണ്. ഫൈൻ. അങ്ങനെയെങ്കിൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതലും 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഗീവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് 5 ടൈപ്സ് ഓഫ് പ്ലാൻ. ഓക്കെ, ഏതെങ്കിലും 5 ടൈപ്പ് ഓഫ് പ്ലാനിനെ കുറിച്ച്. അപ്പൊ ടൈപ്സ് ഓഫ് പ്ലാൻ കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 5 ടൈപ്സ് ഓഫ് പ്ലാൻ. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. എന്ത് ചെയ്യുന്നുണ്ടോ, ഒരു ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യേണ്ട കാര്യം, അതിന്റെ എൻഡ് റിസൾട്ട്. ഓക്കെ, അതിനെ ന്യൂമറിക്കലായ രീതിയിൽ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സ്ട്രാറ്റജി. എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീഷൻ കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസും കാര്യങ്ങളും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നു, അതിനാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ബ്രോഡ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ പ്രൊവൈഡിംഗ് ഡയറക്ഷൻ ഫോർ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ബൈ യൂസിങ് റിസോഴ്സസ് ആൻഡ് ഹാൻഡിലിംഗ് ദ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ നമ്മളവിടെ ഹാൻഡിൽ ചെയ്യുന്നു, റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നു, അതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ പോളിസി. ഓക്കെ, പോളിസിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്, ജനറൽ സ്റ്റേറ്റ്മെന്റ്, ഗൈഡ് ലൈൻസ് ടു എയ്ഡ് ദ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പോളിസീസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പോളിസി സ്റ്റേറ്റ്മെന്റ് ഓർ ഗൈഡ് ലൈൻസ് ടു എയ്ഡ് ദ ഡിസിഷൻ മേക്കിംഗ്. ഇനി അടുത്താണ് പ്രൊസീജിയർ. പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഒരു കാര്യം പെർഫോം ചെയ്യും, അതിനാണ് പ്രൊസീജിയർ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ആണ് റൂൾസ്. റൂൾസ് എന്ന് വെച്ചാൽ ഒരു കമ്പനി സ്ട്രിക്റ്റ് ആയിട്ടും ചെയ്യണം ചെയ്യരുത്, അതാണ് നിങ്ങൾ ഓർക്കണം. എക്സാമ്പിൾ ഓർക്കണം, നോ സ്മോക്കിംഗ് നോ കിഡ്സ്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന അവിടുത്തെ റൂളാണ്. ഓക്കെ, സോ അതാണ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാനിങ് ഇതാണ്, ഏതെങ്കിലും ഒരു 5 പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ആണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ 5 ലിമിറ്റേഷൻ അല്ല എന്നുണ്ടെങ്കിൽ, ഓർ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഒന്നെങ്കിൽ ലിമിറ്റേഷൻ, അല്ലെങ്കിൽ ഫീച്ചർ, അല്ലെങ്കിൽ സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ലീഡ്സ് ടു റിജിഡിറ്റി അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ പെട്ടെന്ന് ഒരു ചേഞ്ചസ് വരുന്ന സമയത്ത് നമ്മുടെ പ്ലാനിങ്ങിൽ മാറ്റം വരുത്തേണ്ടി വരും. ഈ പ്ലാൻ അനുസരിച്ച് തന്നെ പോകാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ മാറ്റം വരുത്തുക എന്നുള്ള കുറച്ച് റിസ്ക് ആണ്, അപ്പൊ ലീഡ്സ് ടു റിജിഡിറ്റിയിലോട്ട് നയിക്കും. നെക്സ്റ്റ് ആണ് റെഡ്യൂസ് ദ ക്രിയേറ്റിവിറ്റി. എന്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി അവിടെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, മിഡിൽ മാനേജേഴ്സ് ജസ്റ്റ് ഫോളോ ദ പ്ലാൻസ്. മിഡിൽ ലെവൽ മാനേജേഴ്സ് ചെയ്ത് ജസ്റ്റ് ആ പ്ലാൻ അവർ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ലിമിറ്റിംഗ് ദ ഇനിഷ്യേറ്റീവ്സ്. അപ്പൊ ഇനിഷ്യേറ്റീവ്സിനെ അവിടെ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്താണ് ടൈം കൺസ്യൂമിങ്. ടൈം കൺസ്യൂമിങ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു മേക്ക് ഡീറ്റെയിൽഡ് പ്ലാൻസ്. ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്ലാൻ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്,
ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആണ്, ലോട്ട് ഓഫ് ടൈം അവിടെ എടുക്കും. ഓക്കെ, അപ്പം പ്ലാൻ ചെയ്യുന്നതനുസരിച്ച് നടപ്പിലാക്കാന്ന് വെച്ചാൽ ഇതിലേക്ക് ലോട്ട് ഓഫ് ടൈം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, കോസ്റ്റ്ലി പ്രോസസ്. ഒരു പ്ലാൻ ചെയ്ത് പറയാൻ ഈസിയാണ്, പക്ഷെ പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. അൺസർട്ടൺ അക്യുറസി. എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാനിങ് ഈസ് ബേസ്ഡ് ഓൺ ഫോർകാസ്റ്റ് വിച്ച് മേ നോട്ട് ഓൾവേസ് ബി കറക്റ്റ്. പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ബേസ്ഡ് ഓൺ ഫോർകാസ്റ്റ്, ഫ്യൂച്ചറിൽ ഒരു ഫോർകാസ്റ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ പ്ലാനിങ് നടത്തുന്നത്. വിച്ച് മേ നോട്ട് ബി ഓൾവേസ് കറക്റ്റ്. അത് എപ്പോഴും കറക്റ്റ് ആകണമെന്ന് നിർബന്ധമില്ല. അതൊരു അൺസർട്ടനിറ്റിയിലോട്ട് നയിക്കാം, അല്ലെ ഒരു ഉറപ്പ് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. ഓക്കെ, അൺസർട്ടൺ അക്യുറസി, അൺസർട്ടനിറ്റിയിലോട്ട് നയിക്കാനായിട്ടുള്ള സാധ്യത അവിടെ കൊടുക്കാൻ കറക്റ്റായിട്ട് നടക്കണം നിർബന്ധമില്ല. ഇനി അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ഓർക്കണം. ഫീച്ചേഴ്സിലോട്ട് വരുന്ന സമയത്ത് പ്ലാനിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ഓൺ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്. ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാനിങ് ഉള്ളത്. ആൻഡ് ദെൻ പ്ലാനിങ് നമുക്കറിയാം ഇറ്റ്സ് എ പ്രൈമറി ഫംഗ്ഷൻ. നമ്മൾ ഫംഗ്ഷൻസ് പഠിച്ച സമയത്ത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ഇങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ പ്രൈമറി ഫംഗ്ഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ഒന്നാണ് പ്ലാനിങ് ഇസ് പ്രിവേസീവ്. പ്രിവേസീവ് എന്ന് പറഞ്ഞാൽ എന്താ, മാനേജ്മെന്റ് എല്ലാ ലെവൽസ്, ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് എല്ലാ ലെവൽസിലും നമുക്ക് ഈ പ്ലാനിങ് ആവശ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ പ്ലാനിങ് ഇസ് കണ്ടിന്യൂസ്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആണ്. ഒരു പ്ലാൻ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അടുത്ത പ്ലാൻ അവിടെ നടപ്പിലാക്കേണ്ടത്. സോ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാനിങ് കൂടി അവസാനിക്കുന്നത് കണ്ടിന്യൂസ് പ്രോസസ്. നെക്സ്റ്റ് ആണ് പ്ലാനിങ് ഇൻവോൾവ് ഡിസിഷൻ മേക്കിംഗ്. എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാനിങ്ങിൽ എന്ത് കാര്യം ഇൻവോൾവ് ആണ്, ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ് ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് നമ്മൾ അവിടെ സ്വീകരിക്കുന്നത്. അപ്പൊ പ്ലാനിങ്ങിൽ തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പല ഓപ്ഷൻസ് നമ്മൾ ഒരെണ്ണം എടുക്കണം. അതാണ് പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത് എന്താണ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിങ്. പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആണ് ഇത്തോളൂ, ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. അതിനുശേഷം ഡെവലപ്പിംഗ് ദ പ്രിമൈസസ്. പ്രിമൈസസ് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ഓക്കെ, അതായത് ഫ്യൂച്ചറിൽ ഇതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ള കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യുന്നു. ഐഡന്റിഫൈ, അതിന് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നു. നമ്മൾ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിനുശേഷം ഫോളോ അപ്പ് ആക്ഷൻസ് നടത്തും. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷൻ തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓർ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. ഈ രണ്ടെണ്ണം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പൽസറി ആയിട്ട് ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നതാണ്. കാരണം ഒരാളെ ഡെലിഗേഷൻ എന്ന് വെച്ചാൽ ഒരാ സിഇഒയെ സംബന്ധിച്ച് ഒരു വർക്ക് ഓഫീസിൽ എല്ലാ വർക്കും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് താഴെയുള്ള ആളുകൾക്ക് ആ വർക്കുകൾ ഏൽപ്പിക്കുന്നു. അതാണ് ഡെലിഗേഷൻ. ഡീസെൻട്രലൈസേഷൻ ഓപ്ഷണൽ, നിർബന്ധമല്ല. താഴെയുള്ള ആളുകൾക്ക് അധികാരം കൊടുക്കുന്നതിനാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ഫ്രീഡം ഓഫ് ആക്ഷൻ. അതായത് ഡെലിഗേഷനിൽ വരുന്ന സമയത്ത് മോർ കൺട്രോൾ ബൈ സുപ്പീരിയർ, ഹെൻസ് ലെസ് ഫ്രീഡം ടു ടേക്ക് ദ ഡിസിഷൻ. അല്ലെ, മോർ കൺട്രോൾ വരുന്നത് ആർക്കാണ്, ഡെലിഗേഷനിൽ വരുന്ന സമയത്ത് സൂപ്പർവൈസേഴ്സിനാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് താഴെയുള്ള ആളുകൾക്ക് ഫ്രീഡം കുറവാണ്. പക്ഷെ ഡീസെൻട്രലൈസേഷൻ കംപ്ലീറ്റ് അവർക്ക് അധികാരം കിട്ടുക, തീരുമാനം എടുക്കാനുള്ള അവകാശം കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി സ്റ്റാറ്റസ്, ഇവിടെ നോക്കുന്ന സമയത്ത് പ്രോസസ് ഫോളോ ടു ഷെയർ ദ ടാസ്ക്. അവിടെ ടാസ്കുകൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, താഴെയുള്ള ആളുകൾക്ക്. ഇവിടെ നോക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള അധികാരം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്കോപ്പ് ഇവിടെ കുറവാണ്, കാരണം അവർ ഏൽപ്പിച്ച ടാസ്ക് ചെയ്യാന്ന് മാത്രമേ ഡെലിഗേഷനിൽ വരുന്നു. പക്ഷെ ഡീസെൻട്രലൈസേഷൻ വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ അവിടെ അവർക്ക് എന്തുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ഒരു അവസരങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അവിടെ തീരുമാനം എടുക്കാൻ അവകാശം കൊടുക്കുക. സോ വൈഡർ സ്കോപ്പാണ്, അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പർപ്പസ് വരുന്ന സമയത്ത് ലെസ് ദ ബേർഡൻ ഓഫ് മാനേജർ. മാനേജേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ബേർഡൻ കുറവാണ്. ഇവിടെ അവരെ വെച്ച് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ബേർഡൻ കൂടുതലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഡീസെൻട്രലൈസേഷനിൽ വരുന്ന സമയത്ത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണ്. ഇവരുടെ ബേർഡൻ കുറയ്ക്കാനാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സബോർഡിനേറ്റേഴ്സ് റോൾ ഇൻക്രീസ് ചെയ്യുക, അതായത് ബേർഡൻ കൂടുന്നത് അവർക്ക് ബേർഡൻ കുറവാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടെ റിസ്കിയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഓക്കെ, ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷനോട് വരുന്ന സമയത്ത് നമുക്ക് കാണാം, ഓക്കെ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ വരുന്ന സമയത്ത് ഒന്നാമത്തെ നമുക്കറിയാം, ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ അതോറിറ്റി അതുപോലെ ബാക്കി സബോർഡിനേറ്റ്സ് തമ്മിലുള്ള ബന്ധമാണ് വരുന്നത്. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം
ഫോർമൽ റിലേഷൻഷിപ്പ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇൻഫോർമൽ ഓർഗനൈസേഷനിലോട്ട് വരുന്ന സമയത്ത് ഒരു സോഷ്യൽ ഇന്ററാക്ഷന്റെ റിസൾട്ട് ആയിട്ടാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് വരുന്നത്. ഇനി അതോറിറ്റിയിലോട്ട് വരുന്ന സമയത്ത് എറൈസ് ബൈ വിർച്യൂസ് ഓഫ് പൊസിഷൻ, അല്ലെ, മാനേജ്മെന്റ് പൊസിഷൻസിനെ ബേസ് ചെയ്താണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷനിലോട്ട് വരുന്ന സമയത്ത് എറൈസ് ഔട്ട് ഓഫ് പേഴ്സണൽ ക്വാളിറ്റീസ്, ഒക്കെ പേഴ്സണൽ ക്വാളിറ്റീസിനെ ബേസ് ചെയ്താണ് വരുന്നത്. ഇവിടെ വരുന്ന സമയത്ത് ബിഹേവിയർ എന്ന് വെച്ചാൽ ഡയറക്റ്റഡ് ബൈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്താണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ദർ ഇസ് നോ സെറ്റ് ഓഫ് ബിഹേവിയർ, അങ്ങനെ സെറ്റ് ഓഫ് ബിഹേവിയറൽ പാറ്റേൺ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇവിടെ വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ഓഫ് സ്കെയിലർ ചെയിനിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻസ് വരുന്നത്. ഇവിടെ വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻസ് വളരെ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യുക, കാരണം ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പാണ്. ഓക്കെ, ഇവിടെ നേച്ചർ റിജിഡ് ആണെന്ന് പറയാൻ പറ്റും, ഇവിടെ നേച്ചർ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് വരുമ്പോൾ മാനേജേഴ്സ് ആണ് ഇവിടെ ലീഡേഴ്സ് ആയിട്ട് വരുന്നത്. ഇവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടോ, ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിൽ അങ്ങനെ പ്രത്യേകിച്ച് ലീഡേഴ്സ് ഒന്നും ഉണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ അത്രയുമാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ചോദ്യങ്ങളും ആൻസറും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്തത്. ഈ ചോദ്യങ്ങൾ എന്തായാലും പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോകാവുള്ളൂ. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി ഈ ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ലൈവ് അറ്റൻഡ് ചെയ്യുക. അത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവർ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് തന്നെയാണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈവ് അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.